ഇന്നുണ്ടാക്കുന്നത് നമ്മുടെ കണ്ണൂരുകാരുടെ നാരങ്ങക്കറിയാണ്. മാതള നാരങ്ങ, ഗണപതി നാരങ്ങ എന്നൊക്കെ ഇതിന് പറയും. ഞാൻ ഇതിൻ്റെ വീഡിയോ മുമ്പൊരിക്കൽ ഇട്ടിട്ടുണ്ട്, ഓണം സീരീസിൽ. അതിൽ ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ പുളിയൊക്കെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി വെച്ച് ചൂടാക്കി അതിനകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. ഇതിനൊരുപാട് എരിവ് വേണ്ട. ഞാനൊരു 2 സ്പൂൺ മാത്രമേ ഇട്ടിട്ടുള്ളൂ, ചെറിയ 2 ടീസ്പൂൺ മാത്രം. ചൂടാക്കിയതിന് ശേഷം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുത്തു. അതൊന്ന് കലക്കി അതിന് ശേഷം കുതിർത്ത് വെച്ച പുളിവെള്ളം അതിൻ്റെ പൾപ്പോട് കൂടി തന്നെ ചേർക്കുന്നത്. അടിഭാഗം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് ബാക്കി കട്ടിയോടെ. ഇത് തണുക്കുമ്പം നല്ല കട്ടിയാണെങ്കിൽ ആ പൾപ്പും കൂടെ വേണം. അരിച്ചെടുക്കുമ്പോൾ അങ്ങനെ കിട്ടൂല. പിന്നെ കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തു, ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒരച്ച ശർക്കരയും ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. കുറച്ച് നേരം തിളച്ചതിന് ശേഷമാണ് നാരങ്ങ ചേർത്ത് കൊടുക്കുന്നത്. നല്ല ടേസ്റ്റിലൊരു കറിയാണ്. അച്ചാറിന് പകരം ഉപയോഗിക്കുന്നത്. ഉപ്പ് അധികമൊന്നുമല്ല കേട്ടോ. പുളിയും നാരങ്ങയും ഒക്കെ ആകുമ്പോൾ എന്തായാലും ഉപ്പ് വേണം. കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുത്തു. നാരങ്ങ ചേർത്തിട്ട് അധികം ഇളക്കാൻ പാടില്ല, കയ്പ്പിറങ്ങും. അപ്പോൾ ഒന്ന് തിളക്കട്ടെ. തിളച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റേ തിളക്കണ്ടു. പിന്നെ കടുകും കറിവേപ്പിലയും ഉണക്കമുളകൊക്കെ വറുത്തിട്ട്, ഉലുവ വേണമെങ്കിൽ ഇടാം. ഉലുവ വറുത്ത് പൊടിച്ച പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം കഴിഞ്ഞാണ് എടുക്കേണ്ടത്. അപ്പോഴത്തേക്ക് നല്ല സെറ്റ് ആവുള്ളൂ. ഒരു ദിവസം കഴിയുമ്പോൾ നമ്മൾ വെള്ളം പോലെ കണ്ടതല്ലേ, ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല